ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിയമൈത്തോരാണും പെണ്ണിൽ അക്കലറിവായേ ഇസ്ലാം ആയവരളവില്ലാവശ്യമറിവതു വജിബദായേ ഉള്ളു ചുകന്ന വെള്ള നിറം നബി നിണ്ടവരല്ലാറിവിൻ അല്ല കുറിയവർ നല്ല തടി മുഖം വട്ടനിലാവേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമാസത്തിൽ മൗലിദുകളും സന്തോഷങ്ങളും മദ്ഹുകളുമായി നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ എപ്പോഴൊക്കെ മറന്നു പോകുന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ മരണപ്പെട്ട് ഖബറിൽ ചെല്ലുമ്പോൾ മൻ റബ്ബുക എന്ന ചോദ്യത്തിന് ശേഷം ഒമൻ നബിയുക, നിന്റെ നബി ആരാണ് എന്നുള്ള ചോദ്യം. നബി ആരാണെന്നുള്ള ചോദ്യത്തിന് വ്യക്തമായിട്ട് എന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറയണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിലും ഈ മാസങ്ങളിലും തുടർന്നുള്ള നമ്മുടെ ജീവിതങ്ങൾ മുഴുവനും നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ നോക്കി, വിശുദ്ധമായ ഖുർആന്റെ ആയത്ത് യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ ചില വാക്കുകളെ ഉറപ്പിച്ച് സ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ്. ഫിൽ ഹയാത്തിദ് ദുനിയ, അവരുടെ ദുനിയാവിന്റെ ജീവിതത്തിലും വഫിൽ ആഖിറത്തി, ആഖിറത്തിലും. സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇമാം റാസി തങ്ങളടക്കമുള്ള മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ നിത്യമായി നാം പറഞ്ഞും കൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ മരണസമയത്തും ഖബറിന് ശേഷവും നാളെ പരലോകത്തും അത് ഉപകാരപ്പെടുകയുള്ളൂ. മരണത്തിന് തൊട്ടു മുമ്പുള്ള ശേഷം, ഇവിടെ വിശുദ്ധമായ ഖുർആൻ ഫിൽ ഹയാത്തിദ് ദുനിയ എന്ന് പറയുന്നിടത്ത് കാണാം യഅനി ഖബ്ലൽ മൗതി, മരണത്തിന് മുമ്പുള്ള ആ സമയം. നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട്, റിലേ കട്ടായിട്ട്, എന്തെന്ന് അറിയാത്ത ഒരു ഘട്ടത്തിൽ നമ്മൾ ദുനിയാവിൽ ചെയ്ത എന്തെല്ലാം കാര്യങ്ങളും അതിൽ ഏറ്റവും കൂടുതൽ നാം ചെയ്ത കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിൽ വരും. നബിയുക്കാന്ന് ചോദിക്കുമ്പോ, സക്കറാത്തിന്റെ വേളയിൽ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് റൂഹ് പിടിക്കുമ്പോ അല്ലാഹു എന്നും മുത്തുനബി എന്നും നമ്മൾ പറയണമെങ്കിൽ നമ്മുടെ നാവിൻ തുമ്പിൽ തത്തിക്കളിക്കണം. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ഓതുന്നതിന്റെ പ്രസക്തി അത് തന്നെയാണ്. റസൂലുള്ളാഹിനെ പറ്റി ഏറ്റവും കൂടുതൽ പറയാൻ റബീഉൽ അവ്വൽ വിനിയോഗിക്കുമ്പോൾ തുടരുന്നുള്ള മാസങ്ങളിലും നമ്മൾ അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചുമുള്ള ദിക്റിലായിരിക്കണം, നമ്മൾ പഠനത്തിലായിരിക്കണം. നമ്മൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരുപാട് സംഭവങ്ങളിൽ അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അനസിൻ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഇന്നൽ അബ്ദ ഇദാ വുളിഅ ഫീ ഖബ്രിഹി, ഒരു അടിമയെ തന്റെ ഖബറിന്റെ ഉള്ളിൽ കൊണ്ട് വെക്കപ്പെട്ടാൽ എന്താണ്, ഫതവല്ല അൻഹു അസ്ഹാബുഹു, തന്റെ ഖബറിൽ കൊണ്ടുവച്ചതിന് ശേഷം വാപ്പയായാലും സഹോദരങ്ങളാണെങ്കിലും കൂട്ടുകുടുംബങ്ങളാണെങ്കിലും എല്ലാവരും അങ്ങനെ വിട്ടുപിരിഞ്ഞു പോകുന്ന ഒരു സമയമുണ്ട്. കൊണ്ട് ഖബറടക്കിയിട്ട് അവർ ദിവസങ്ങളുടെ താമസിക്കൊന്നുമില്ല, ടെൻഡടിച്ച് അവരവരെ വഴിക്ക് പോകും. ഖബറിൽ നമ്മൾ ഒറ്റയ്ക്കാകും, ഏകാന്തനാകും, ആരോരുമില്ലാത്തവനാവും, ആശ്രയമില്ലാത്തവനാകും. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇന്നഹു ലയസ്മഉ ഖർഅനിയാലിഹിം, അവർ പോകുന്ന തന്റെ കൂട്ടുകാരൻ താൻ കൂടെ കൂടിയെന്ന് ആസ്വദിച്ചും മർവാദിച്ചും സന്തോഷിച്ചും സമയം ചെലവഴിച്ചിട്ട തന്റെ കൂട്ടുകാരെല്ലാം നടന്നു പോകുന്ന ചെരുപ്പിന്റെ വാറടി ശബ്ദം ഖബറിൽ കിടന്നവൻ കേൾക്കുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പ്രശ്നം അവിടെയൊന്നുമല്ല. പ്രശ്നം എവിടെന്നറിയാവോ? അത്താഹു മലക്കാൻ, രണ്ട് മലക്കുകൾ കടന്നു വരും. ഫയുഖഇദാനിഹി ഫയഖൂലാനി, അവനെ പിടിച്ചിരുത്തിയിട്ട് അവനോട് ചോദിക്കും, മാ കുന്ത തഖൂലു ഫീ ഹാദർ റജുൽ, ഈ മനുഷ്യനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഖബറുകളിൽ ഇറങ്ങി വരുമത്രേ. മുൻകർ നക്കീർ മുത്തുനബി തങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിക്കുമത്രേ,
ഈ മനുഷ്യനെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്താണ്? അവൻ പറയും ഫഅമ്മൽ മുഅ്മിനു, അപ്പോൾ മുഅ്മിനായ മനുഷ്യൻ പറയും എത്രേ, അന്നഹു അബ്ദുല്ലാഹി വറസൂലുഹു, അല്ലാഹുവിന്റെ അടിമയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് പറയും എത്രേ. ആ മനുഷ്യനോട് പറയും ഫയുഖാലു ലഹു ഉൻദുർ ഇലാ മഖഅദിക മിനന്നാർ, നിനക്ക് തയ്യാറാക്കി വെക്കപ്പെട്ടത് നരകമായിരുന്നു, നീ അങ്ങോട്ട് നോക്കൂ. എന്നിട്ട് അവനോട് പറയും ഖദ് അബ്ദലകല്ലാഹു ബിഹി മഖഅദൻ ഖൈറൻ മിൻഹു, അതിനേക്കാൾ സന്തോഷമുള്ള ഖൈറായ സ്വർഗീയ ഇരിപ്പിടത്തിലേക്ക് നീ പോയിക്കൊള്ളു, നീ റസൂലുള്ളാഹിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഹബീബായ തങ്ങളെ നമ്മൾ തിരിച്ചറിയണം, പഠിക്കണം, റസൂലുള്ളാഹിനെ അറിയണം. അല്ലേ മുൻഗാമികളായ നല്ല നമ്മുടെ കാരണവന്മാരൊക്കെ നമുക്ക് പാടി പഠിപ്പിച്ചെന്നത് ഉള്ളു ചുകന്ന വെള്ള നിറന്നബി നീണ്ടവരല്ലാറിവിൻ അല്ല കുറിയവർ നല്ല തടിമുഖം വട്ടനിലാവേ വട്ടനിലാവേ. മഹാനായ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു തന്നെയാണ് പാടിയത് വഹസനു മിൻക ലം തറ ഖത്തു ഐനി വഅജ്മലു മിൻക ലം തലിദിൽ നിസാഉ വഅഹ്സനു മിൻക ലം തറ ഖത്തു ഐനി, അങ്ങേക്കാൾ മനോഹരമായ ഒരാളെ, ഒരു വ്യക്തിയെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല നബിയേ. അങ്ങേക്കാൾ മനോഹരമായ ഒരു സുന്ദരനായ ഒരു പുരുഷനെ ഒരു ഉമ്മയും പെറ്റിട്ടില്ല നബിയെ എന്ന് എത്ര മനോഹരമായിട്ട് സ്വഹാബത്ത് അത് പാടിവെച്ചു. നമ്മുടെ ഖബറിൽ നമ്മളെ റസൂലുള്ള വരുമ്പോ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആരാ റസൂലുള്ളാഹിനെ തിരിച്ചറിയണം, റസൂലുള്ളാഹിനെ പറ്റി പാടണം, പറയണം, മൗലിദ് ഓതണം, മദ്ഹ് ചൊല്ലണം, മനാഖിബുകൾ ചൊല്ലണം, ആ റസൂലുള്ളാഹി ജീവിച്ചതുപോലെ ജീവിക്കണം, ആ റസൂലുള്ളാഹിക്ക് വേണ്ടി ധാരാളം സ്വലാത്ത് ചൊല്ലണം. എന്തിനും ഏതിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇമിറ്റേറ്റ് ചെയ്ത് പഠിക്കാൻ നാം തയ്യാറാകുമ്പോ നാളെ ഖബറിന്റെ ഉള്ളിൽ വെച്ച് മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോ നല്ലവണ്ണം നമുക്കൊന്ന് മറുപടി പറയാം. സഹോദരങ്ങളെ, വളരെ ഗൗരവമാണ് ഈ കാര്യം. മുനാഫിക്കിന്റെ അടുത്തും കാഫിറിന്റെ അടുത്തും അള്ളാഹുവിന്റെ മുംലാക്കൾ ചോദിക്കുന്നുണ്ട്, നിനക്കറിയുമോ ഈ മനുഷ്യൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയും ലാ അദ്രി, എനിക്കറിയില്ല മനുഷ്യൻ. ജനങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു, ലാ അദ്രി കുന്തു അഖൂലു മാ യഖൂലു നാസ്, ജനങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു അത് ഞാനും പറഞ്ഞു എന്ന് പറയുമ്പോ ഫയുഖാലു ലഹു ലാ ദറൈത വലാ തലൈത, ഈ മനുഷ്യൻ ആരാണെന്ന് നിനക്ക് അറിയാനും പാടില്ല, ഈ മനുഷ്യൻ ചെയ്ത പ്രവർത്തനങ്ങൾ നീ പിൻപറ്റിയിട്ടുമില്ല. എന്നിട്ടോ സുമ്മ യുൽറബു ലർബതൻ ബൈന ഉദ്നൈഹി, പിന്നെ അവന്റെ രണ്ട് ചെവികൾക്കിടയിലും ആഞ്ഞൊരു അടി കൊടുക്കും. അടി കൊണ്ട പാടെ ഫയസിഹു സൈഹതൻ യസ്മഉഹാ മൻ യലീഹി ഗൈറ സഖലൈൻ, മനുഷ്യ ജിന്ന് വർഗമല്ലാത്ത സർവ സംവിധാനങ്ങളും അവന്റെ അട്ടഹാസം കേൾക്കും. അവൻ മുഴക്കുന്ന അട്ടഹാസം മനുഷ്യനോ ജിന്നോ കേട്ടിരുന്നെങ്കിലോ അവൻ പിന്നെ വേറെ ഒന്നിനും തിരിയാൻ കഴിയില്ല. ഖബറിന്റെ ഉള്ളിലെ അദാബ് മനസ്സിലാക്കുന്ന അവൻ പിന്നെ എങ്ങനെയാണ് അവന്റെ കച്ചവടത്തിന് പോവുക? അവൻ എങ്ങനെ ബിസിനസ് ചെയ്യും? തെങ്ങിൽ കയറാൻ ആളെയും കിട്ടൂല, തെങ്ങിന്റെ ചൂട് കിളയ്ക്കാൻ ആളെ കിട്ടൂല, ഒരു കാര്യത്തിനും ഒരാളെയും കിട്ടൂല. ഒരാൾ കല്യാണം പോലും കഴിക്കൂല. എന്റെ ഖബർ എന്ന് ഭയപ്പെട്ട്. ഇത് യാഥാർത്ഥ്യമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ പരിശുദ്ധ റബീഉൽ അവ്വലിൽ നാം തയ്യാറാകേണ്ടത് നാളെ നമ്മളോട് ചോദിക്കപ്പെടുന്ന മൻ നബിയുക, നിന്റെ നബി ആരാണെന്ന് ചോദിക്കുമ്പോൾ എന്റെ നബി എന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറയാനുള്ള ഈമാൻ ആർജിച്ചെടുക്കേണ്ട മാസം കൂടിയാണ് പരിശുദ്ധ റബീഉൽ അവ്വൽ. മൻ നബിയുക, നിന്റെ നബി ആരാണ്? ഈ ദുനിയാവിൽ വെച്ച് നിരീശ്വരവാദികളായ ഇസ്ലാമിന്റെ വിരോധികളായ പരിശുദ്ധ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന ധാരാളം സംഭവ വികാസങ്ങൾക്കിടയിൽ ആരാണ് റസൂൽ എന്ന് പഠിക്കണം, ആ മദ്ഹ് ചൊല്ലണം, ആ ഹബീബിനെ ഇമിറ്റേറ്റ് ചെയ്യണം. റസൂലുള്ള എങ്ങനെയാണോ അങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം നമ്മൾ. അപ്പോഴാണ് വിശുദ്ധ ഇസ്ലാമിന്റെ അഹ്ലുകാരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഖബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകളിൽ എന്നെയും എന്റെ കുടുംബത്തെയും ഇതിന്റെ പ്രവർത്തകരെയെല്ലാം ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.